നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. നവജാത ശിശുക്കളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ഹോസ്പിറ്റലിലെ നിയോനാറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശ്വതി രാഹുലാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡോക്ടർ, നവജാത ശിശുക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും അമ്മമാരെ സംബന്ധിച്ചും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും വളരെയധികം പ്രതീക്ഷയും സന്തോഷവും അതിനോടൊപ്പം തന്നെ ആശങ്കയും കരുതലും ഒക്കെ ഉള്ളൊരു വിഷയമാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെ ശ്രദ്ധിക്കണം, അവർ കയ്യിലേക്ക് അവരെ കിട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടത്, അങ്ങനെ തുടങ്ങി ഒരു 100,000 പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സംശയങ്ങളുമായിട്ടുമായിരിക്കും ഒരു നവജാത ശിശുവിൻ്റെ അമ്മ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ നവജാത ശിശുക്കളെ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും ആദ്യം ആ അമ്മയോട് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുഞ്ഞിൻ്റെ മുലയൂട്ടൽ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ആദ്യത്തെ 2 ദിവസങ്ങളിലെ പാലെന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടുള്ള കൊളസ്ട്രം എന്ന് പറയുന്ന പാലാണ്. മഞ്ഞ കളറിലെ ചെറിയ എമൗണ്ടിൽ മാത്രം, ചെറിയ അളവിലേ അത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് കൃത്യമായ ഇടവേളകളിൽ 2-3 മണിക്കൂറുകൾ കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടേണ്ടതാണ്. പലപ്പോഴും അളവ് കുറവാണെന്നുള്ള രീതിയിൽ പലപ്പോഴും അമ്മമാർക്കായാലും അത് കുറവാണ്, പോരാ, അതുകൊണ്ട് കൂടുതൽ പൊടിപ്പാൽ കൊടുക്കണം, അങ്ങനെയുള്ളൊരു ചിന്ത വരാറുണ്ട്. പക്ഷേ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ആരോഗ്യകരമായി ജനിക്കുന്ന ഒരു കുഞ്ഞിന്, ആവശ്യത്തിന് വെയിറ്റോട് കൂടി ജനിക്കുന്ന ഒരു കുഞ്ഞിന്, അമ്മയുടെ സമീപത്ത് കിടത്താൻ പറ്റുന്ന കുഞ്ഞിന് ഈ പാല് മതിയാവും. പിന്നെയുള്ള ദിവസങ്ങളിൽ മുലയൂട്ടലിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ, ഈ ഒരു ആദ്യത്തെ ദിവസങ്ങളിൽ ഇങ്ങനൊരു പാല് കൊടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ പാല് വളരെ കുറവായിരിക്കും. അത് കുഞ്ഞുങ്ങൾക്ക് മതിയാകുമോ, അല്ലെങ്കിൽ അവർ കരയുന്നത് എന്തിനാണ്, വിശന്നിട്ടാണോ കരയുന്നത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാതെ ഇരിക്കുക. നമ്മൾ കൊടുക്കാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ 2 മണിക്കൂറൊക്കെ ഇടവിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രമിച്ചാലും കുഞ്ഞുങ്ങളത് പാല് കുടിക്കാതിരിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ പെട്ടെന്ന് വരുന്നൊരു ഓപ്ഷൻ, ഇപ്പോൾ അമ്മമാരൊക്കെ പറയും അടുത്തൊരു മിൽക്കാണ്, അത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പൊടി കലക്കി കൊടുക്കാം, ഇങ്ങനെയൊക്കെയുള്ളൊരു സൊല്യൂഷനിലേക്കായിരിക്കും പെട്ടെന്ന് അവർ ചെല്ലുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് നമുക്ക് മിക്കവാറും ആദ്യത്തെ ദിവസങ്ങളിലാണ് ഈ പ്രശ്നമെങ്കിൽ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരോഗ്യപ്രവർത്തകരുടെ സഹായം തേടുന്നത് തന്നെയാണ് നല്ലത്. കാര്യം അത് എന്താ കാരണം എന്നുള്ളത് നമ്മൾക്ക് നോക്കണം. അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ചിലപ്പോൾ അമ്മയുടെ മുലക്കണ്ണ് അകത്തേക്ക് വലിഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കാം, ആവശ്യത്തിന് മുലക്കണ്ണിന് സൈസ് ഉണ്ടാവാഞ്ഞത് കൊണ്ടായിരിക്കാം, അമ്മയ്ക്ക് ചിലപ്പോൾ സിസേറിയനോ വല്ലതും കഴിഞ്ഞുള്ള വേദന കാരണം കുഞ്ഞിനെ നേരെ പിടിച്ച് പാല് കൊടുക്കാനായിട്ടുള്ള പ്രയാസം കൊണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ കുഞ്ഞിന് ചില അസുഖങ്ങൾ കാരണവുമായിരിക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് വരാം. അതപ്പോൾ ഒരു ഡോക്ടർക്കായിരിക്കും ചിലപ്പോൾ കുഞ്ഞിനെ കണ്ട് കഴിഞ്ഞിട്ടേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ്, ഇത് വിശന്നിട്ട് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളത്. വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾക്ക് സാധാരണഗതിയിൽ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞിട്ട് ഉള്ള കരച്ചിൽ ഒക്കെ കൂടുതലും കുഞ്ഞിന് ചിലപ്പോൾ വയറിൽ ഗ്യാസ് കയറിയിട്ടുള്ള കരച്ചിലൊക്കെ ആകാം. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ നമ്മളെല്ലാവർക്കും അറിയാം, കുഞ്ഞിനെ പരിചരിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, കുഞ്ഞിനെ തോളത്തിട്ട് വയറമക്കി ചെറുതായിട്ട് ഗ്യാസ് ഒക്കെ കളഞ്ഞ് വീണ്ടും കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പാല് കുടിക്കും. പിന്നെ ചെറുതായിട്ട് മൂക്കടപ്പ് കാരണം ജലദോഷം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങൾക്കുള്ള ചെറിയ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം കാരണം കുഞ്ഞുങ്ങൾ കരയാം. അപ്പോൾ അത് പിന്നെ ബാക്കി ചിലപ്പോൾ മൂത്രം ഒഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ കരഞ്ഞെന്നിരിക്കാം, മലം പോകുന്നതിന് മുമ്പിട്ട് കുഞ്ഞൊന്ന് കരഞ്ഞെന്നിരിക്കാം. അതൊക്കെ സാധാരണയുള്ള കരച്ചിലാണ്. അപ്പം ഇതിലേതുകൊണ്ടാണ് കരയുന്നത് എന്നുള്ളത് അമ്മയ്ക്ക് ബൈ എക്സ്പീരിയൻസ് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരമ്മയ്ക്ക്, ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഒരമ്മയ്ക്ക് ഇത് പെട്ടെന്ന് എന്തുകൊണ്ടാണെന്ന് പിടികിട്ടണമെന്നില്ല. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും അവരത് മനസ്സിലാക്കും. ഈ കുഞ്ഞ് പാല് കുടിക്കാനായിട്ടാണോ കരയുന്നത്, മൂത്രം ഒഴിക്കാനാണോ, മലം പോകാനാണോ, അതോ വെറുതെ കരയാണോ, എടുക്കാൻ കരയാണോ, ഉറക്കം മുറിഞ്ഞുകൊണ്ട് കരയാണോ, ഉറങ്ങാനുള്ള കരച്ചിലാണോ, ഇതെല്ലാം നമ്മൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് ഒരമ്മയ്ക്ക് മനസ്സിലായി വരും. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ശരിക്കാണ്, തിരുവനന്തപുരത്തു നിന്നും നൗഫൽ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ.
ഡോക്ടർ, എന്റെ മകളെ ജനിച്ചത് ഒക്ടോബർ 10 ആയിരുന്നു. പ്രീമച്ചർ ഡെലിവറി ആയിരുന്നു. ഡിസംബർ 17 ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോ ഇപ്പോ കുട്ടി ആക്റ്റീവായിട്ട് ഇപ്പൊ ഓക്കെ വരുന്നുണ്ട്. ബേബി 3.7 kg ആയിട്ടുണ്ട് ബേബി. ഞാൻ സംശയം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വാക്സിൻ ഇപ്പൊ ആദ്യത്തെ 2 എടുത്തു. ഇപ്പൊ ഈ മാസത്തെ ഇന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത മാസത്തേക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത വാക്സിൻ എടുക്കണം എന്ന് പറയാം. അപ്പൊ അത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഈ വാക്സിൻ ലഭിക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ കൊടുക്കുന്ന ഈ കുട്ടികൾക്കുള്ള വാക്സിൻസ് എല്ലാം. അതെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ അവൈലബിൾ ആണ്. സാധാരണ ഉള്ള വാക്സിൻസ് ഒക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. എവിടെയാണ് വീട്? എവിടെയാണ് വീട്? ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രത്താണ്. എവിടെയാ പ്രസവിച്ചത്? ഇവിടെ പ്രസവിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അവിടെ തിരുവനന്തപുരത്ത് കോസ്മോയിലായിരുന്നു. ശരി. അപ്പം കോസ്മോയിലാണ് വീട്. ഇവിടെ അടുത്താണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിൽ എടുക്കുന്നെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. ഗവൺമെന്റിലാണെങ്കിലും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ SAT ആശുപത്രിയുടെ കുത്തിവയ്പ്പ് വിഭാഗമുണ്ട്, ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കുണ്ട്, അവിടെയും വന്നെടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ കുട്ടിക്ക് നമ്മൾക്കിപ്പോ ഈ പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാക്സിൻ എടുത്തു കഴിയുമ്പോൾ, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഗവൺമെന്റ് എടുക്കുമ്പോഴും പ്രൈവറ്റ് എടുക്കുമ്പോഴും അതിനകത്ത് ഒരു ആശങ്കയൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയല്ല. അത് പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രായത്തിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിപ്പിൾ ഇഞ്ചക്ഷൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. നമുക്ക് DPT എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ട്രിപ്പിൾ ഇഞ്ചക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ ട്രിപ്പിൾ ഇഞ്ചക്ഷൻ്റെ ഇപ്പോൾ നമ്മളത് ട്രിപ്പിളിൻ്റെ കൂടെ വേറെ ചില വാക്സിനും കൂടെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ചുള്ള ഇഞ്ചക്ഷനാണ്. 5 ഇഞ്ചക്ഷൻ ഒരുമിച്ചാണ് ഒരു കുത്തിവയ്പ്പായിട്ട് എടുക്കുന്നത്. അപ്പം അത് ഗവൺമെൻറ്റിലുള്ളതും പ്രൈവറ്റിലുള്ളതും കൂടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ചില ഈ ട്രിപ്പിളിൻ്റെ ഒരു കോമ്പോസിഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം അത് ഗവൺമെൻറ്റിൽ ഉള്ളത് നമ്മളെല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പ്രൈവറ്റ്ലി വേദന, പനി എന്നത് ചില കാര്യങ്ങൾ കുറഞ്ഞിരിക്കും എന്നുള്ള രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ് ട്രിപ്പിളിൻ്റെ. അപ്പം പിന്നെ അത് കുറച്ച് വേദന കുറവായിരിക്കും. അപ്പം അത് കാരണം തന്നെ കുഞ്ഞിന് ഇറിറ്റേഷൻ കുറച്ച് കുറവായിരിക്കും, പനി വരാനുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പിന്നെ അപ്പോൾ അത് പക്ഷേ അത് മസ്റ്റായിട്ട് എടുക്കണം എന്നില്ല. നമുക്ക് സാധാരണ ഇഞ്ചക്ഷൻസ് ഒരു തവണ സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുന്നതും നല്ലതാണ്. ആദ്യം ഒരു കുഴപ്പമില്ല. അത് ഗവൺമെന്റിലുള്ളത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏതാണെന്നുള്ളത് നേരത്തെ എടുത്ത ഇമ്മ്യൂണൈസേഷൻ്റെ കാർഡ് കൊണ്ടുവരണം. എന്നാലേ അതിൽ ഏതൊക്കെയാണ് എടുത്തതെന്നോ നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തീരുമാനിക്കാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ബാക്കിയുള്ള ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രധാനപ്പെട്ട ആശങ്ക മുലപ്പാൽ തുണ്ടയിൽ കുടുങ്ങുമോ, അത്തരത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളും കാണാറുണ്ട്. ഈ മുലപ്പാൽ തുണ്ടയിൽ കുടുങ്ങാതിരിക്കാൻ ഒരമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ മുലപ്പാൽ കുടുങ്ങുന്നത് അത്ര കോമൺ അല്ല. സാധാരണ നോർമലായിട്ട് മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തുണ്ടയിൽ കുടുങ്ങാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിൽ ചിലപ്പോൾ കുഞ്ഞിനെ ഉണർത്തി ചില അമ്മമാർ കൊടുക്കാറുണ്ട്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയാണെന്ന് കരുതിയിട്ട് അവരെ ഉണർത്തി ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഉണർത്തുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് നേരെ ഉണർന്ന് കാണത്തില്ല. അവർ വയറ് നിറഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വിളിച്ചു എന്ന് കരുതി കുഞ്ഞ് ഉണരണം എന്നില്ല. അവർ വീണ്ടും ഉറക്കം തുടരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വായിലിങ്ങനെ പാല് വെച്ച് കൊടുത്ത് ചില അമ്മമാർ മുല പ്രസ് ചെയ്ത് പാല് ഒന്ന് കൊടുക്കും വായിലോട്ട് കുഞ്ഞ് കുടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ അബദ്ധവശാത് തൊണ്ടയിൽ മീൻസ് ശ്വാസകോശത്തിലോട്ട് ഇറങ്ങിപ്പോകാം. കാര്യം കുഞ്ഞ് ഒരു പകുതി മയക്കത്തിലായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ സംഭവിക്കാം. പിന്നെ ചിലപ്പോൾ കിടന്നുകൊണ്ട് അമ്മ പാല് കുടിപ്പിക്കുകയാണ്. അപ്പം കുഞ്ഞും കിടക്കുകയാണ്, അമ്മയും കിടക്കുകയാണ്. അപ്പോൾ ഒരു പകുതി ഉറക്കത്തിലോട്ടുള്ള ഒരു രീതിയിലാണ്. അമ്മയ്ക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞ് എന്തെങ്കിലും പ്രയാസം വരുന്നത് കാണുന്നില്ല, അമ്മ അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെയുള്ള അവസരങ്ങളിലും തൊണ്ടയിൽ കുടുങ്ങാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞ് നല്ല ഉണർന്ന് കരഞ്ഞിട്ട് പാല് കൊടുക്കുക. അമ്മ കഴിവതും ആദ്യത്തെ ദിവസങ്ങളിലെ വേദനയ്ക്ക് ശേഷം അമ്മ ഇരുന്ന് തന്നെ കഴിവതും കുഞ്ഞിന് പാല് കൊടുക്കുക. പിന്നെ ബ്രസ്റ്റ് ഒരുപാട് പ്രസ് ചെയ്യേണ്ടതില്ല. ചിലർ അമ്മമാരിങ്ങനെ പ്രസ് ചെയ്ത് പാലുള്ളിലേക്ക് ഇറക്കും. അതിൻ്റെ ആവശ്യമില്ല.
കുഞ്ഞ് തന്നെ വലിച്ച് കുടിച്ചോളും. അവർ കുടിക്കുമ്പോൾ അവർ വായിൽ കുറച്ച് പാലെടുത്തതിന് ശേഷം ശ്വാസം എടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കും പാലിറക്കാനായിട്ട്. ആ സമയത്ത് അവർ ഇറക്കിക്കഴിഞ്ഞ് വീണ്ടും വന്ന് അവർ പാല് കുടിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചില അമ്മമാരിങ്ങനെ കുഞ്ഞിനെ ഉറങ്ങിപ്പോയോ എന്നുള്ള സംശയത്തിൽ വീണ്ടും തട്ടി അവരെ ഇങ്ങനെ ഉണർത്താൻ ശ്രമിക്കും, വീണ്ടും കുടിപ്പിക്കാൻ ശ്രമിക്കും. അതിൻ്റെ ആവശ്യമില്ല. അവർ പാല് വായിൽ വെച്ച് കുഞ്ഞുങ്ങളങ്ങ് ഇറക്കിയതിന് ശേഷം വീണ്ടും അവർ തന്നെ സ്വയം സക്ക് ചെയ്ത് തുടങ്ങിക്കോളും. അപ്പോൾ ആ ഒരു രീതികളൊക്കെയാണ് നമുക്ക് കൂടുതലും തടയാൻ പറ്റുന്ന കാരണങ്ങൾ. ചില അമ്മമാരോട് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു പ്രയാസങ്ങളൊന്നും അവർ പറഞ്ഞ് കാണത്തില്ല. എന്നിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ചിലർ വരുന്നുണ്ട്. അത് പക്ഷേ മിസ് ചെയ്ത് പോകുന്നതാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. തൃശ്ശൂരിൽ നിന്നും വിമൽ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ വിമൽ. 8ാം മാസത്തില് ഡെലിവറി നടന്നതേ. അപ്പോ ഇപ്പൊ ബ്രസ്റ്റില് നല്ലോണം പാല് വൈഫിനുണ്ട്, അത് തീരെ കുടിക്കുന്നില്ല കുട്ടി. കുഞ്ഞിപ്പോ ആശുപത്രിയിലാണോ വീട്ടിലാണോ? വീട്ടിലേക്ക് കൊണ്ടുവന്നു, അത് കഴിഞ്ഞ്. ഓക്കെ, അവിടെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോ പാല് കുടിക്കുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പൊ പാല് കൂടുതലായിട്ട് ഇരിക്കുകയാണ് 2 ബ്രസ്റ്റിലും. ഓ ശരി. ഇങ്ങനെ എന്തെങ്കിലും പാല് അവിടെ വെച്ച് കുഞ്ഞ് കുടിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ വരുമ്പോഴും കുടിക്കേണ്ടതാണ്. കുഞ്ഞിനിടയ്ക്ക് ബോട്ടിലോ അങ്ങനെ വല്ലതും ഉപയോഗിച്ചിരുന്നോ? ഇല്ല. പെട്ടെന്നായിരുന്നോ ഈ ഒരു മാറ്റം? അതെ. സാധാരണ ഇപ്പൊ എങ്ങനെയാ കൊടുക്കുന്ന? പിഴിഞ്ഞെടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് എങ്ങനെയാ കൊടുക്കുന്നത്? ഗോകർണം വഴി. ഇത് എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് സക്സസ് ആയിട്ട് കുടിച്ചത് കൊണ്ട് കുഞ്ഞിനെ ഒന്നുകൂടെ ഒരു ലാക്ടേഷൻ എങ്ങനെയാണ് കറക്റ്റ് കുഞ്ഞിനെ പിടിച്ച് കൊടുക്കേണ്ടതെന്ന് ഒന്നുകൂടെ ഒരു ട്രെയിനിങ് കിട്ടി അത് ശരിയാകുമായിരിക്കാം. അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ, കാര്യം അമ്മയും കുഞ്ഞും കൂടെ ഒരുമിച്ചുണ്ടെങ്കിലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അത് പൂർണ്ണമായിട്ട് പിഴിഞ്ഞെടുത്ത് കുഞ്ഞിന് തൽക്കാലം ഗോകർണം വഴി കൊടുത്തിട്ട് നിങ്ങൾ എവിടെയാണോ പ്രസവിച്ചത് അതേ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അടുത്തുള്ള കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റുള്ള ഒരു ഹോസ്പിറ്റലിലോ ഒന്ന് കാണിക്കുക. കാര്യം അമ്മയും കുഞ്ഞുമായിട്ട് പോകുമ്പോഴേ എന്താ കാരണം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ കുടിക്കാത്തത്. അപ്പം അമ്മയ്ക്ക് അല്ലെങ്കിൽ പാല് കെട്ടി നിന്ന് പിന്നെ ബ്രസ്റ്റിൽ പഴുപ്പും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് തടയാൻ വേണ്ടി തൽക്കാലം പാല് പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലൊന്ന് കൊണ്ടുപോയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അത് ഈ സമയത്ത് തന്നെ പോകണം. കാര്യം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് തിരിച്ച് ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് ചില പ്രയാസങ്ങൾ വരും. കുഞ്ഞ് പിന്നെ അമ്മയുടെ പാല് വലിച്ചെടുക്കാനൊരു മടി പിന്നെ സ്ഥിരമായിട്ട് കാണിച്ചു തുടങ്ങും. അതുകൊണ്ട് നേരത്തെ തന്നെ പോയി ശരിയാക്കണം. കുഞ്ഞ് പ്രായം കുറഞ്ഞതായതുകൊണ്ട് കുറച്ച് ട്രെയിനിങ് കൂടെ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. ഓക്കെ, പ്രേക്ഷകന് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഡോക്ടർ, ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ പലപ്പോഴും ഈ നവജാത ശിശുവിൻ്റെ ആദ്യത്തെ ആ ഒരു ഘട്ടത്തിലുണ്ടാവുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ നിറം വരിക എന്നുള്ളതാണ്. ഈ മഞ്ഞ നിറം വരുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ചികിത്സ എന്നതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? മഞ്ഞ നിറം വരുന്നത് നമ്മുടെ ശരീരത്തിൽ ബിലിറുബിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ കൂടുതൽ കൊണ്ടാണ്. നമുക്ക് സാധാരണഗതിയിൽ വലിയ ആൾക്കാർക്ക് നമുക്ക് മഞ്ഞപ്പിത്തമൊക്കെ വരുമ്പോൾ കൂടുന്നതായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതേപോലെ അതേ കെമിക്കൽ തന്നെയാണ് ഇവിടെയും കൂടുന്നത്. പക്ഷേ ഇതൊരു അസുഖമായിട്ട് കൂടുന്നതല്ല. കുഞ്ഞുങ്ങളുടെ ചില ശരീരത്തിലുള്ള ചില പ്രത്യേകതകൾ കാരണം ആ ബിലിറുബിൻ എന്ന് പറയുന്ന കെമിക്കലിൻ്റെ അളവ് കുറച്ച് കൂടി നിൽക്കും. പക്ഷേ അത് സാധാരണ ഈ പ്രായത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ള ഒരു നോർമൽ കാര്യമാണ് മഞ്ഞ. പക്ഷേ അത് ചിലർക്ക് അത് ദിവസത്തിന് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് എത്രയാണ് നോർമൽ എന്നത് കുഞ്ഞിൻ്റെ പ്രായത്തിനും കുഞ്ഞിന് എത്ര ദിവസമായി എന്നുള്ളതും കുഞ്ഞ് ഏത് പ്രായത്തിൽ ജനിച്ചു എന്നുള്ളതിനെയും കുഞ്ഞിന് വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, കുഞ്ഞിൻ്റെ ഏതാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് കുഞ്ഞിൻ്റെ നോർമലായിട്ടുള്ള ഈ ബിലിറുബിൻ എന്ന് പറയുന്ന കെമിക്കലിൻ്റെ വാല്യൂ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം ഈ ഓരോ കുഞ്ഞിനും ഓരോ മണിക്കൂറിൽ എത്ര വരെ ആകാം വാല്യൂ എന്നുള്ളതിന് കണക്കുകളുണ്ട്. അപ്പം ആ പരിധി വരെ ഈ വാല്യൂ നമ്മൾ നോർമലായിട്ടാണ് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സാധാരണ മാസം തികഞ്ഞ് ഉണ്ടായൊരു കുഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ആകുമ്പം
മഞ്ഞ ഈ ബിലിറുബിൻ എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ ഒരു 15 എന്ന് പറയുന്നത് പോലും ചിലപ്പോൾ നമ്മൾ നോർമലായിട്ട് എടുത്തെന്നിരിക്കും. പക്ഷേ ഒരു പ്രായം തികയാതെ ജനിക്കുന്ന കുഞ്ഞിന്, അല്ലെങ്കിൽ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഉള്ള കുഞ്ഞിന്, അല്ലെങ്കിൽ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് O, കുഞ്ഞിൻ്റെ A, B, അല്ലെങ്കിൽ അമ്മയ്ക്ക് നെഗറ്റീവ് ഗ്രൂപ്പ്, കുഞ്ഞിന് പോസിറ്റീവ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ വാല്യൂ വ്യത്യാസപ്പെടും. അപ്പോൾ ഏതായാലും അത് നോർമലായിട്ടുള്ള ആണെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല. അതായത് ഒരു പരിധി വരെ നോർമലാണ് ഈ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ. കുഞ്ഞ് ചിലപ്പോൾ അമ്മ നോക്കുമ്പോൾ മഞ്ഞ കളറിലിരിക്കാം, പക്ഷേ അത് നോർമലാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല. ആൾക്കാർ ചിലപ്പോൾ സൂര്യപ്രകാശത്തിലൊക്കെ വെക്കാറുണ്ട് മഞ്ഞ കുറയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഇപ്പം ഭയങ്കര ചൂടാണ് സൂര്യന്, അപ്പോൾ കുഞ്ഞിന് നിർജ്ജലീകരണം വരാം ഈ ചൂടിൽ വെക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തന്നെത്താനെ തന്നെ കുഞ്ഞിൻ്റെ പ്രായം മുന്നോട്ട് പോകുന്തോറും അത് ശരീരം തന്നെ ഇത് ശരിയാക്കി എടുത്തോളും. അത് ഡോക്ടറുടെ നിർദ്ദേശം തേടി അതിനനുസരിച്ച് ചെയ്യാം. നവജാത ശിശുക്കളുടെ പരിചരണത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഡോക്ടർ നമ്മളോടൊപ്പം ഒരു കോളർ ചേരുകയാണ്. എറണാകുളത്ത് നിന്നും സത്യയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സത്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ സത്യ. ഹലോ. ഡോക്ടറെ, എന്റെ കുട്ടിക്ക് ഇപ്പൊ ഒരു 60 ദിവസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു ഏകദേശം. അപ്പൊ കുട്ടിയുടെ പൊക്കിള് നന്നായിട്ട് വീർത്തിരിക്കുവാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാനായി. നെക്ക് നോക്കുമ്പോ ചെറിയൊരു സൗണ്ട് പോലെ കീരാ ഒരു സൗണ്ട് ഉണ്ട്. പൊക്കിളിന്റെ അറ്റത്തുനിന്ന് പഴുപ്പൊന്നും വരുന്നില്ലല്ലോ? ഇല്ല. ഉണങ്ങിയല്ലേ ഇരിക്കുന്നേ? ഉണങ്ങിയായിരിക്കുന്നേ. ഇത് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് പൊങ്ങിയിരിക്കുന്നല്ലേ ഉള്ളൂ? സോഫ്റ്റ് ആയിട്ടാ. ഇങ്ങനെ നമ്മള് ഉറങ്ങുമ്പോ ആള് റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ പതുക്കെ താഴുന്നുണ്ട്. ബലം പിടിക്കുമ്പോഴും കരയുമ്പോഴൊക്കെ പൊങ്ങി വരുന്നു. അത് കുഴപ്പമില്ല. അത് 1 വയസ്സാകുമ്പോ അങ്ങ് പൊക്കോളും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. വേണ്ട. അതിന് നമ്മള് കുടലിന്റെ ഒരു ചെറിയ സൗണ്ട് നമ്മൾ തൊടുമ്പോഴൊക്കെ കേൾക്കാം. അത് കുഴപ്പമില്ല. ആ കിരുകിരാന്ന് കേൾക്കുന്ന സൗണ്ട് കുഴപ്പമില്ല. ഓക്കെ. വേറെ കമന്ന് വീഴുമ്പോ അങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇല്ല. അങ്ങനെ അങ്ങ് ശരിയാവും. അത് 1 വയസ്സാകുമ്പോഴേ മാറുള്ളൂ എന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതാണ്, ഇത്തരത്തിൽ വളരെയധികം സംശയങ്ങളാണ്. ഓരോരോ കുഞ്ഞു കാര്യങ്ങളിലും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഭയങ്കര സംശയങ്ങളായിരിക്കും. ഈ പുക്കിളിൻ്റെ കാര്യം ഇപ്പോൾ നമ്മുടെ പ്രേക്ഷക പറഞ്ഞ പോലെ തന്നെ ഈ പുക്കിള് കൊഴിയുക എന്നൊക്കെ പറയുന്ന പോലെ ഇത്ര ദിവസം കഴിയുമ്പോൾ പുക്കിള് പൊഴിഞ്ഞു പോകണം. അതിനകത്ത് പൊഴിഞ്ഞു പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നാട്ടുപ്രദേശങ്ങളിലൊക്കെ പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പുക്കിള് പൊഴിയുന്നതിലൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കെയർ കൊടുക്കേണ്ടതോ പ്രത്യേകമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെയോ ആവശ്യമുണ്ടോ? പൊക്കിൾ പൊഴിയുമ്പോൾ പ്രത്യേകിച്ചൊരു ഒന്നും തേക്കണ്ടയോ മരുന്ന് തേക്കണ്ടയോ ആവശ്യമില്ല. നമ്മൾ പൊതുവേ ഒരു 5 തൊട്ട് 7 ദിവസമാകുമ്പോൾ പൊക്കിൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതുവരെ നമ്മൾ അതിനകത്ത് പൊഴിഞ്ഞു പോകുന്നത് വരെ ഒരുപാട് നനവ് നിറഞ്ഞിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം കുളിപ്പിക്കുമ്പോൾ ഒരുപാട് വെള്ളം പൊക്കിളിൽ വീഴുന്നു. അത് നമ്മൾ നേരെ ഒപ്പിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നനഞ്ഞിരുന്ന് അതിനകത്ത് ഇൻഫെക്ഷൻസ് വരാം. പിന്നെ ഉണങ്ങി പോകാനായിട്ട് താമസം വരാം. പിന്നെ ചിലപ്പോൾ പലരുടെയും തെറ്റിദ്ധാരണയാണ് കാറ്റും വെളിച്ചമൊന്നും കൊള്ളാൻ പാടില്ല. അപ്പോൾ അമ്മൂമ്മമാർ അതിനെ പൊതിഞ്ഞു വെക്കും. ഡയപ്പറോ അല്ലെങ്കിൽ തുണിയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടിവെക്കും. കാറ്റടിച്ചാൽ ഇത് വീർത്ത് വരും എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ അങ്ങനെ അതൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും അതിന് കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ടാലാണ് അത് ഇൻഫെക്ഷൻ ഇല്ലാതെ നന്നായി വേഗത്തിൽ ഉണങ്ങി പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഡയപ്പറോ തുണികളോ ഒന്നും വെച്ച് കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. തുറന്നിടുക. അത് പൊഴിഞ്ഞു പോകുന്നവരെ നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുക. നനവ് തട്ടിയാലോ അല്ലെങ്കിൽ കുഞ്ഞ് ചിലപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ മൂത്രം വന്ന് ഈ പൊക്കിളിലൊക്കെ വീഴാറുണ്ട്, തെറിച്ച് വന്നിട്ട്. അങ്ങനെയുള്ളപ്പോൾ തുടച്ച് ഡ്രൈ ആക്കി വെക്കുക. പൊഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ചില നാട്ടുപ്രദേശങ്ങളിലോ, നാട്ടിൽ മാത്രമല്ല നമ്മൾ സിറ്റിക്കകത്തും കാണാറുണ്ട്, ചിലർ ഉപ്പ്, മുളക്, മുളകില്ല, മഞ്ഞൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് പല കാര്യങ്ങളും വെച്ച് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് പഴുത്ത അവസ്ഥയിൽ. അപ്പോൾ അത് എണ്ണ അതൊക്കെ മിക്സ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നും ചെയ്യാതെ ഇരുന്നാൽ മതി. അത് പ്രശ്നമൊന്നും ഇല്ലാതെ പൊക്കോളും. പക്ഷേ അപൂർവമായിട്ട് ചിലപ്പോൾ ചെറിയ ബ്ലീഡിങ്, പഴുപ്പൊക്കെ അതിനകത്തുനിന്ന് കാണാറുണ്ട്. അത് ഡോക്ടറെ തന്നെ കാണിച്ച് അതിനുള്ള പരിഹാരം തേടുക. ചിലപ്പോൾ ചെറിയ ഗ്രാനുലോമ എന്നൊക്കെ നമ്മൾ പറയും. അതിനകത്ത് ചെറിയ ഒരു വെസൽ ഗ്രോത്ത് ഒക്കെ കാണാറുണ്ട്. അത് പക്ഷേ ഡോക്ടറെ കാണിച്ചിട്ട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ചികിത്സിക്കുന്നതാണ് നല്ലത്, സ്വയമേ തീരുമാനമെടുക്കാതെ.
വ്യക്തമാണ് ഡോക്ടർ. ഈ കുഞ്ഞുങ്ങളുടെ തൂക്കം ഇതുപോലെ തന്നെ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. ഏത് സമയത്താണ് ഇപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം, ആദ്യത്തെ ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് തൂക്കം വർദ്ധിക്കുന്നുണ്ടോ, അതിനി എന്തെങ്കിലും മറ്റ് സപ്ലിമെൻറ്റ് കൊടുക്കേണ്ടതുണ്ടോ, മുലപ്പാൽ മാത്രം മതിയോ, അങ്ങനെ തുടങ്ങിയ ആശങ്കകളും ഉയർന്നു വരാറുണ്ട്. ഈ മുലപ്പാലല്ലാതെ മറ്റ് ഫുഡ് കൊടുത്തു തുടങ്ങേണ്ടതിനെക്കുറിച്ചും കുഞ്ഞുങ്ങളുടെ തൂക്കത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതുമായിട്ടുമുണ്ടോ? കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ മുലപ്പാൽ ആവശ്യത്തിനുണ്ടെങ്കിൽ കുഞ്ഞ് കൃത്യമായി തൂക്കം വെക്കും. അപ്പോൾ അങ്ങനെ സംശയമുള്ളപ്പോൾ നമ്മൾ അടുത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്ത് ഡോക്ടറുടെ സേവനം ചോദിച്ചാൽ മതി. ഇത് കറക്റ്റായിട്ടാണോ വെയിറ്റ് വെക്കുന്നത് എന്നുള്ളത്. പൊതുവേ 45 ദിവസത്തിൽ കുത്തിവയ്പ്പിന് പോവും, പിന്നെ അത് കഴിഞ്ഞ് 2-3 തവണ കുത്തിവയ്പ്പിന് പോവും. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം വെയിറ്റ് ചെക്ക് ചെയ്ത് ഇത് ആവശ്യത്തിനുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാൽ അമ്മയ്ക്ക് കുറച്ചും കൂടെ ആശ്വാസമാകും. സാധാരണഗതിയിൽ ഒരു പ്രശ്നമില്ലാതെ വെയിറ്റ് വെക്കുന്ന ഒരു കുഞ്ഞിന് 6-ാം മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുന്നത്. 6-ാം മാസം പക്ഷേ കൃത്യമായി കട്ടിയാഹാരം തുടങ്ങുകയും വേണം. അതുവരെ വെയിറ്റൊക്കെ നന്നായിട്ടുണ്ട് എങ്കിൽ കുറച്ച് 7 മാസം ആവട്ടെ 8 മാസം ആകട്ടെ, പലപ്പോഴും നമ്മൾ ചെറിയ കാരണങ്ങൾ കൊണ്ട് കുഞ്ഞിന് കട്ടിയാഹാരം കൊടുക്കുന്നത് താമസിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. 6-ാം മാസം കഴിയുമ്പോൾ കുഞ്ഞിന് എന്തായാലും കട്ടിയാഹാരം തുടങ്ങുക. അപ്പോൾ കൃത്യമായിട്ട് വെയിറ്റ് വെച്ചോളും. ഡോക്ടർ, ഈ പലപ്പോഴും ഈ ഭക്ഷണം, ഈ മുലപ്പാലല്ലാണ്ട് കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തൊട്ട് നാക്കി കൊടുക്കുക, ചിലത് ഉരച്ചു കൊടുക്കുക, അങ്ങനെ ചില ശീലങ്ങളൊക്കെ നമ്മുടെ ഈ നാട്ടിൻപുറത്തും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നഗരപ്രദേശങ്ങളിലും കാണാറുണ്ട്. അത്തരത്തിൽ ഈ 6 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ മുലപ്പാലല്ലാതെ മറ്റെന്തെങ്കിലും വസ്തുക്കളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഇല്ല. നമ്മൾ പൊതുവേ ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നതും മരുന്നൊക്കെ പറയുന്നത്, അതെ അതെ, ഒരു മരുന്ന് കൊടുക്കുന്നതും ഒന്നും നമ്മൾ പൊതുവേ പ്രൊമോട്ട് ചെയ്യാറില്ല. കാര്യം അത് പലപ്പോഴും എത്രമാത്രം വൃത്തിക്കാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. മരുന്നിനെക്കുറിച്ചും നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ അതിനെക്കുറിച്ച് ഏത് മരുന്നാണെന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല. പൊതുവെ ആയുർവേദ മരുന്നിൻ്റെയൊക്കെ പേര് അവർ പറഞ്ഞാലും അത് ഞങ്ങൾക്കും മനസ്സിലാകാറില്ല ഏതാണെന്ന്. ചിലപ്പോൾ ആയുർവേദ ഡോക്ടറോട് ചോദിച്ച് ചെയ്യുന്നത് വ്യത്യാസപ്പെട്ടിരിക്കാം. പക്ഷേ പൊതുവെ സ്വയമേ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ സ്വയമേ വാങ്ങിയിട്ട് അവർ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് ഉരച്ച്, കല്ലിലൊക്കെ ഇട്ട് ഉരച്ച് അത് കുഞ്ഞിന് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അണുബാധയ്ക്ക് കാരണമാകാം. അത് ഏത് മരുന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനും എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വയറിന് അതുപോലെ വന്നാലോ, ചിലർ തേനിനകത്ത് കലക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ തേൻ ശുദ്ധമായിട്ടല്ല കിട്ടുന്നതെങ്കിൽ അത് കാരണം കുഞ്ഞിന് വയറിന് ഇൻഫെക്ഷൻസ് വരാം, ചില ശുദ്ധമായ തേനല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുവെ അഡ്വക്കേറ്റ് ചെയ്യാറില്ല ഇത് കൊടുക്കാൻ. മാത്രമല്ല അതിൻ്റെ ആവശ്യം കുഞ്ഞിന് പൊതുവെ ഇല്ല. കുഞ്ഞിന് അമ്മയുടെ പാല് കുടിച്ചു പോകുന്നൊരു കുഞ്ഞിന് ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല വയറിൽ ഗ്യാസ് കയറുന്നത് എന്ന് പറയുന്നത് ഒരു മരുന്ന് വേണ്ടുന്ന ഒരു രോഗമല്ല കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. വ്യക്തമാണ് ഡോക്ടർ. ഇതേപോലെ തന്നെ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത്. പലപ്പോഴും അങ്ങനെ ഒരു അറിവില്ലാത്തത് കൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ അതിനായി ഉപയോഗിക്കുകയായിരിക്കും ചെയ്യുക. ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഒരമ്മയ്ക്ക് തനിയെ ചെയ്യാവുന്നതാണോ, പുറത്തുനിന്ന് ഒരാളുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണോ? എങ്ങനെയാണ് നവജാത ശിശുവിനെ കുളിപ്പിച്ചൊരുക്കേണ്ടത്? ശരിക്കും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. കാര്യം ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ അമ്മയ്ക്ക് പറ്റുന്നതാണോ? നമ്മളും ആശുപത്രിയിൽ പലപ്പോഴും അമ്മമാരോട് പറഞ്ഞു വിടുന്നത് അമ്മയോ അല്ലെങ്കിൽ അമ്മുമ്മയോ തന്നെ കുളിപ്പിച്ചാൽ മതി, അതിന് കുളിപ്പിക്കാൻ വേറൊരാളുടെ ആവശ്യം ഇല്ല എന്നാണ്. കാര്യം കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് അഴുക്ക് പോകണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും അതിനുള്ള ഇതുണ്ടല്ലോ, കുളിപ്പിച്ച് അഴുക്ക് പോവുക. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സാധാരണഗതിയിൽ കുറച്ച് എണ്ണ തേച്ച് ദേഹത്ത് കൊടുക്കും. അവരോട് കുറച്ച് നേരം കാര്യം പറയും. എണ്ണ തേച്ച് കുറച്ച് നേരം കിടത്താൻ വേണ്ടിയിട്ട് കുഞ്ഞിന് കുറച്ച് നേരമൊക്കെ പാട്ടുപാടി കൊടുക്കുകയോ അവരോട് മുഖത്ത് നോക്കി സംസാരിക്കുകയോ കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത്. കാലും കൈയൊക്കെ അമ്മുമ്മയോ അമ്മയോ തന്നെ ഒന്ന് അനക്കിയൊക്കെ കൊടുത്താൽ മതി. അത് അവർക്ക് കുറച്ചൊരു ഉത്സാഹം വരാനായിട്ട്. അതൊക്കെ ചെയ്ത് അവർ തന്നെ കുളിപ്പിച്ച് തുടച്ച് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഒരുപാട് സമയം ഇടേണ്ടതോ എന്നാവശ്യമില്ല. വേഗം തന്നെ ഒരുപാട് തണുപ്പിൽ കുഞ്ഞിനെ ഇടാതെ എടുത്ത് വേഗം തന്നെ തുടച്ച് കുഞ്ഞിന് നല്ലതായിട്ട് മൂടി, ഉടുപ്പും സോക്സും ഒക്കെ ഇട്ട് മൂടി അവരെ ഒരു തണുപ്പിൽ നിന്നും പെട്ടെന്ന് തന്നെ ചൂടിലോട്ടങ്ങ് കൊണ്ടുവരിക. അതേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ.
ഈ പലപ്പോഴും ഈ ഒരു കുളിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ തലയൊക്കെ ഇങ്ങനെ ഉരുട്ടി കുളിപ്പിക്കണം, അല്ലെങ്കിൽ കൈകാലുകൾ ഇങ്ങനെ വലിച്ചു കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു സമയത്തൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കുറേ അധികം അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാറുമുണ്ട്. അതൊക്കെ പല അമ്മമാരും പരീക്ഷിച്ച് നോക്കാറുണ്ട്. പ്രത്യേകിച്ചും ഒരാളെ അതിനെ ഏൽപ്പിക്കുന്നത് ഇത്തരത്തിൽ ചില രൂപസൗന്ദര്യം വരുത്താനും കൂടി വേണ്ടിയിട്ടാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് എത്രത്തോളം അപകടകരമാവാറുണ്ട്? ശരിക്കും അതെ, എല്ലാവരും പറയും ഇങ്ങനെ ചെയ്താലേ പുരികം വരുള്ളൂ, പിന്നെ പിടിച്ചാലേ മൂക്ക് വരുള്ളൂ അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫാമിലിയിലാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയൊക്കെ കൂട്ടല്ലേ നമ്മളിരിക്കുള്ളൂ. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ പിടിച്ച് മാറ്റുകയാണെങ്കിൽ എല്ലാവർക്കും പ്രത്യേക ഷേപ്പും കാര്യങ്ങളും ഒക്കെ വരണമല്ലോ. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് മാറ്റം വരാനൊന്നും അത് സഹായിക്കത്തില്ല. അല്ലാതെ ഒരു പൊതുവെ കുഞ്ഞിന് ഒരു ഉന്മേഷവും ശരീരത്തിലെ ജോയിൻസ് ഒക്കെ ഒന്ന് അനങ്ങാനും അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ അതൊരു എക്സസൈസ്, വലിയ ഒരു എക്സസൈസ് പോലെ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യിക്കേണ്ട ഒരു പ്രക്രിയ അല്ല. പിന്നെ നമ്മളല്ലാതെ കുഞ്ഞുങ്ങൾ, നേരത്തെ നമ്മൾ 2 പേര് വിളിച്ചിരുന്നു, പ്രായം തികയാതെ കുഞ്ഞുങ്ങൾ ജനിച്ചവർ, അവർക്ക് ആണെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കുറച്ച് വലുതാവുമ്പോൾ നമ്മൾ അവരെ പ്രത്യേക ഫിസിയോതെറാപ്പികളോ അല്ലെങ്കിൽ ഏർലി സ്റ്റിമുലേഷൻ എന്ന് പറയും, അവർക്ക് വളർച്ചയിൽ താമസം വരാതിരിക്കാനായിട്ട് നേരത്തെ ഫിസിയോതെറാപ്പികളൊക്കെ ചെയ്യാറുണ്ട് അത്. പക്ഷേ അത് ചെയ്യാൻ അംഗീകൃതമായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളും ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റുകളും ഒക്കെയാണത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളത് മതി. അല്ലാതെ കുളിപ്പിക്കുന്ന സമയത്തുള്ള ഈ കാര്യങ്ങളുടെ ഒന്നും എക്സ്ട്രാ ഒരു ആവശ്യമില്ല, സാധാരണ പോലെ ചെയ്താൽ മതി. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം സമയമെടുത്ത് വളരെ വിശദമായി തന്നെ അറിയേണ്ട കുറേ കാര്യങ്ങളാണ് നവജാത ശിശുക്കളുടെ പരിചരണവുമായിട്ടുള്ളത്. എങ്കിലും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വളരെയധികം സന്തോഷം. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നവജാത ശിശുക്കളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SAT ഹോസ്പിറ്റലിലെ നിയോനാറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശ്വതി രാഹുലാണ് നമ്മളോട് വിശദീകരിച്ചത്. ഡോക്ടർ വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.